ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് ആൻഡ് സിവിത്ത് ആൻഡ് മലയാളം. അപ്പോൾ ഞാൻ അഞ്ജു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈദ ബിസ്ക്കറ്റാണ്. എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മൈദ ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്നാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൈദ ബിസ്ക്കറ്റ് എന്ന് പറയും, അതുപോലെ തന്നെ കജൂർ എന്നും പറയും. കജൂർ എന്ന് പറയും വലുതായിട്ടും കിട്ടും, നമുക്ക് അതിൻ്റെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ മൈദ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കടകളിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളിത് ഒരിക്കലും വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇത് ഭയങ്കര പണിയുള്ള എന്തോ സാധനമാണെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരുപാട് പണിയുണ്ടാവും, ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, പലഹാരമാണ് ഈ മൈദ ബിസ്ക്കറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ മൈദ ബിസ്ക്കറ്റിന് ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പ് മൈദയാണ്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് ഞാൻ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. മൈദയുടെ കറക്റ്റ് പകുതിയായിരിക്കണം ഷുഗർ, അതായത് ഷുഗറിൻ്റെ ഇരട്ടിയായിരിക്കണം മൈദ, സിമ്പിൾ. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ ഇങ്ങനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗർ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു 2 ഏലക്ക കൂടെ ചേർത്താണ് ഈ പഞ്ചസാര പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഏലക്കയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏലക്ക ചേർക്കുന്നത്. ഇതൊന്ന് പൊളിച്ചിട്ട് കൊടുക്കണം. പൊളിച്ച് അതിൻ്റെ ആ കറുത്ത തരി ഉണ്ടല്ലോ, അത് മാത്രം ഇട്ട് ആ ഷുഗറിൻ്റെ കൂടെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഏലക്കയുടെ ഒരു ഫ്ലേവറും കിട്ടും. അപ്പോൾ അത് ഞാൻ 2 ഏലക്കയാണ് ചേർക്കുന്നത്. അപ്പം ഈ 2 ഏലക്ക കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ആ ഷുഗർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ മൈദയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അതായത് 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. അപ്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ, അതായത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അളവിന് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് അത്യാവശ്യം വലിയ സ്പൂണാണ്, ടീസ്പൂൺ അല്ല, കുറച്ചൊരു വലുതാണ്. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ. അപ്പം നിങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 1.5 ടീസ്പൂൺ എന്നുള്ള കണക്കിന് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇത് ഇങ്ങനെ മാവ് കുഴച്ചെടുത്ത ശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് മൈദ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ ഇവിടെ ഏതാണ്ട് മൈദ എല്ലാം കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെള്ളം ചേർക്കുമ്പോഴാണ്, അതായത് നമ്മൾ ആട്ടപ്പൊടി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും കുഴയ്ക്കരുത്. ഇത് മൈദയാണ്, അതുപോലെ ഷുഗറും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒഴിച്ചാലേ നമുക്ക് ആ കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് വെള്ളം കൂടിപ്പോവും. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് എടുത്തിട്ട് പരത്തിയെടുക്കാൻ പോകും. അപ്പം ഞാനിവിടെ കിച്ചൺ ടോപ്പിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിലും ചെയ്യാം. അപ്പോൾ എൻ്റെ ഇത് റൗണ്ടുമാണ്, ചെറുതുമാണ്. അതുകൊണ്ട് ഞാൻ കിച്ചൺ ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് മൈദ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ പരത്തിയെടുക്കാൻ പോകുന്നത് റൗണ്ടിലല്ല, ചതുരത്തിലാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ മാവ് വെച്ചു. അതുപോലെ ഒത്തിരി കനം കുറച്ചല്ല, അത്യാവശ്യം കനത്തിൽ തന്നെ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. പരത്താണ്. ചതുരത്തിൽ പരത്താന്ന് ചോദിച്ചപ്പോൾ റൗണ്ടിലാണ് വരുന്നതെന്ന് തോന്നുന്നു. വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചതുരത്തിൽ പരത്തുന്നത്. അപ്പം റൗണ്ടിലാണെങ്കിൽ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും കുറേ വേസ്റ്റേജ് ഉണ്ടാവും. അപ്പം ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. ഇനി ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്.
ഇങ്ങനെ സ്ക്വയേഴ്സ് ആക്കി എടുക്കാൻ പോവാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ സ്ക്വയർ ആയില്ല, സൈഡ് പീസ് ആയതുകൊണ്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഏകദേശം ഒരേ സൈസിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ സൈസ് കണ്ടോ, കുറച്ചിങ്ങനെ ഒത്തിരി കട്ടി കുറയ്ക്കാതെ കുറച്ച് തിക്കായിട്ട് വേണം പരത്തിയെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇനി നമുക്കിത് എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ സിമ്മിലിടുകയാണ്, സിമ്മിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരുമിച്ചിടാതെ ഒന്നൊന്നായിട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോകും. ഇപ്പോൾ ഈ തന്നെ ഇടുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുകയില്ല. പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇട്ട ഉടനെ നമ്മൾ ഇളക്കാൻ ട്രൈ ചെയ്യരുത്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് എല്ലാം കൂടെ മിക്സായി പോകും. തനിയെ വിട്ട് വരും ഒരു സമയമാകുമ്പം. അപ്പോഴാണ് നമ്മളത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് മറച്ചിട്ടൊക്കെ കൊടുത്തിട്ട് എല്ലാം ഒരേപോലെ ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം തന്നെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എണ്ണയിൽ നിന്ന് അത് കോരിയെടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മൈദ ബിസ്ക്കറ്റ് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ ബിസ്ക്കറ്റ് ഒക്കെ എണ്ണയിലിട്ടിട്ട് അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുന്ന സമയത്ത് നമുക്ക് അത്ര ക്രിസ്പി ആയിട്ട് തോന്നൂല, കുറച്ച് ഞെങ്ങി കളിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ മൈദ ബിസ്ക്കറ്റ് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും മൈദ ബിസ്ക്കറ്റ് വീട്ടിലുണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. ഇപ്പോൾ കണ്ടില്ലേ, അത്ര ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ.